നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം രാജ്യത്ത് പലയിടങ്ങളിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു കരച്ചിലുണ്ട്. അത് അവർക്ക് EVM വേണ്ട, പഴയ ബാലറ്റ് വേണം എന്നതാണ് ആ കരച്ചിലിൻ്റെ കാരണം. ഇപ്പോഴും ആ കരച്ചിൽ അവർ ആരംഭിച്ചിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. രാജ്യത്തെ സകലമാന മാധ്യമങ്ങളും, ചുരുക്കം ഒരുപക്ഷെ ദേശാഭിമാനിയും കൈരളിയും പോലുള്ള ചില മാധ്യമങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ മാധ്യമങ്ങൾക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ജയിക്കുക എന്നും ആരാണ് പ്രധാനമന്ത്രി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല, എത്ര സീറ്റ് ലഭിക്കും എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. അപ്പോൾ നിരാശരായ അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആശ്വസിക്കണ്ടേ? അതിനാണ് വീണ്ടും EVM വേണ്ട, ബാലറ്റ് വേണം എന്ന രീതിയിൽ ചില കരച്ചിലുകൾ തുടങ്ങിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ EVM എപ്പോൾ മുതലാണ് ഇന്ത്യയിൽ ഉപയോഗിച്ച് തുടങ്ങി എന്ന കാര്യത്തെ പോലും വ്യക്തതയില്ലാത്തവരാണ് ഈ കരയുന്നവരൊക്കെ. അതും ചില മലയാളികൾ ഉൾപ്പെടുന്ന ടീമുകളാണ് ഈ കരച്ചിൽക്കാർ. അവർ അറിയാൻ വേണ്ടി EVMൻ്റെ ചരിത്രം എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 1982, 83 ആ സമയത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പറവൂരിലെ 50 ബൂത്തുകളിലാണ് ആദ്യമായിട്ട് EVM ഉപയോഗിക്കുന്നത്. അതിനു മുമ്പ് തന്നെ 1977 ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അന്നത്തെ SL ഷഗ്ദർ എന്ന വ്യക്തി ഇലക്ട്രോണിക് യന്ത്രം അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു. 80-81 ആയപ്പോഴേക്കും ECIL-ഉം BEL-ഉം ചേർന്ന് EVMകൾ വികസിപ്പിക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് 82-83 സമയത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുള്ള പറവൂരിൽ, അവിടുത്തെ പറവൂർ ACയിലെ 50 പോളിംഗ് ബൂത്തുകളിലാണ് EVM ആദ്യമായിട്ട് ഉപയോഗിച്ചത്. തുടർന്ന് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 സംസ്ഥാനങ്ങളിലായിട്ട് ഇത് ഉപയോഗിച്ചു. 1984 സുപ്രീം കോടതി EVM ഉപയോഗം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. അത് 1984 പിന്നീട് RP നിയമം ഭേദഗതി ചെയ്യുന്നവരെ ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. 1988 RP നിയമം ഭേദഗതി ചെയ്തു. പിന്നീട് 89 മുതൽ EVMകളുടെ ഉപയോഗം വ്യാപകമാക്കാൻ തുടങ്ങി. പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം 2018 ബാലറ്റ് പേപ്പറുകൾ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ചിലർ ഹർജി കൊണ്ടുപോയി. ആ ഹർജി സുപ്രീം കോടതി തള്ളി. ഒരുപക്ഷെ ഈ 2018 കാര്യത്തെപ്പറ്റിയൊക്കെ ചിലർക്ക് അറിവുണ്ടായിരിക്കാം. അതിനു മുന്നുള്ള കാര്യങ്ങളെപ്പറ്റി പലരും ഇപ്പോൾ മാത്രമായിരിക്കും അറിയുന്നത്. 2000 മുതൽ, ശ്രദ്ധിച്ച് കേൾക്കണം, 2000 മുതലുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും, നിയമസഭാ തെരഞ്ഞെടുപ്പാവട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പാവട്ടെ, എല്ലാ തെരഞ്ഞെടുപ്പിലും ഉപയോഗിക്കുന്ന സംഗതി തന്നെയാണ് EVM അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന സംഗതി. പക്ഷേ പലർക്കും 2014 ശേഷം ഇതെന്തോ മോദി കെട്ടിയിറക്കിയതാണ് എന്ന തരത്തിലാണ് ഇവർ ഇത് അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പേ തന്നെ ഇവിടെ EVM ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം ഇവർ സൗകര്യപൂർവ്വം അങ്ങ് മറക്കുകയാണ്. അവർക്ക് ആവശ്യമുള്ള വർഷം തൊട്ട് മാത്രമാണ് എടുക്കുന്നത്. 2000-ന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും, അത് സംസ്ഥാന തെരഞ്ഞെടുപ്പാവട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പാവട്ടെ, എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ സംഗതി ഉപയോഗിക്കുന്നത് തന്നെയാണ്. പക്ഷേ നരേന്ദ്രമോദി ജയിച്ചു കഴിഞ്ഞപ്പോൾ മാത്രം, തുടർ ഭരണം നടത്തുമ്പോൾ മാത്രമാണ് EVMന് ഇവർ പ്രശ്നങ്ങൾ കാണുന്നത്. അതിനു മുമ്പുള്ള മൻമോഹൻ സിംഗിൻ്റെ കാലത്തൊന്നും അവർക്കൊരു പ്രശ്നവുമില്ലായിരുന്നു. ഇവരിൽ പലരും കരുതുന്നത് EVM അങ്ങോട്ട് മാറ്റിയിട്ട് പഴയ ബാലറ്റ് പേപ്പർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ BJP അങ്ങ് തോൽപ്പിച്ചിട്ട് കോൺഗ്രസിനോ മറ്റു പാർട്ടിക്കൊക്കെ ജയിക്കാമെന്നാണ്. പമ്പര് വിഡ്ഢികൾ മാത്രമാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. 2000-ന് മുമ്പുള്ള കാലം നിങ്ങൾ ഓർത്തു നോക്കിയേ. വാജ്പേയി ഇവിടെ 3 തവണ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അന്ന് EVM അല്ല ഉപയോഗിച്ചത്, ബാലറ്റ് പേപ്പറാണ് ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾ EVM മാറ്റിയിട്ട് ബാലറ്റ് കൊണ്ടുവരാൻ പറഞ്ഞാലും റിസൾട്ട് സെയിം തന്നെയായിരിക്കും. അന്നൊരു EVM അല്ല ഉപയോഗിച്ചത്, പക്ഷേ 3 തവണ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ചിലർ ചോദിക്കും, അദ്ദേഹം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടല്ലല്ലോ ഭരിച്ചതെന്ന്. അല്ല, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നു 3 തവണയും. അതിനുശേഷം വന്ന മൻമോഹൻ സിംഗ് നോക്കൂ, മൻമോഹൻ സിംഗിൻ്റെ കാലമായപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ EVM മാറ്റിയിട്ട് ബാലറ്റ് കൊണ്ടുവരാൻ പറഞ്ഞാലും സമാനമായിട്ടുള്ള റിസൾട്ട് തന്നെയായിരിക്കും വരുന്നത്. ഇനി അതിലും നിങ്ങൾ പ്രതീക്ഷിച്ച ആളുകൾ ജയിക്കുന്നില്ല എങ്കിൽ എന്തായിരിക്കും നിങ്ങൾ അടുത്ത് പറയാൻ പോകുന്നത്? ബാലറ്റും വേണ്ട, EVM വേണ്ട, ആളുകളെ റോഡിലേക്ക് നിരത്തി നിർത്തിയിട്ട് തല ഇങ്ങനെ എണ്ണിയിട്ട് ആര് ജയിച്ചു ആര് തോറ്റു എന്ന് പറയുമോ? കഷ്ടമാണ് 2024-ലും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം EVM എപ്പോൾ മുതലാണ് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതെന്നും അത് എവിടെയാണ് ആദ്യം പരീക്ഷിച്ച് നോക്കി അല്ലെങ്കിൽ ഉപയോഗിച്ച് നോക്കിയതെന്നുമുള്ള ആ ചരിത്രമെങ്കിലും അറിയാമായിരുന്നെങ്കിൽ. 1982 മുതൽ ഈ സാധനം ഉപയോഗിക്കുന്നു. അന്നൊന്നുമില്ലാത്ത കുറ്റം ഈ 2024-ൽ കൊണ്ടുവരുന്നവർക്ക് തലയിൽ നെല്ലിക്കത്തളം വെക്കേണ്ടതാണ്. അവരോട് വളരെ ലളിതമായിട്ട് ചോദിക്കുന്നു, നിങ്ങൾ EVM ഒന്ന് ഹാക്ക് ചെയ്യേണ്ട. നമ്മുടെയൊക്കെ KSRTC ബസ്സിൽ കണ്ടക്ടർമാർ ഉപയോഗിക്കുന്ന അറിയാമല്ലോ, ഇപ്പോൾ അവർക്ക് മെഷീനാണ്. ആ സാധനമെങ്കിലും ഒന്ന് ഹാക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങളെ കൊണ്ട് പറ്റില്ല. നിങ്ങളെ കൊണ്ടൊന്നല്ല, ആരെ കൊണ്ടും പറ്റില്ല. അപ്പോഴാണ് നിങ്ങൾ EVM ഹാക്ക് ചെയ്യും എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് കരയുന്നത്.
ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക, അതിനുശേഷം മാറിയിരുന്ന് കരയുക. EVM നിരോധിക്കണം, പഴയ ബാലറ്റ് കൊണ്ടുവരണം. EVM നിരോധിച്ച് ബാലറ്റ് കൊണ്ടുവന്നാലും റിസൾട്ട് ഒന്നും മാറാൻ പോകുന്നില്ല. കരച്ചിൽക്കാരെ വെറുതെ കിടന്ന് കരയാം എന്നല്ലാതെ അതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.